നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഴിമതിക്കെതിരെ പറഞ്ഞ് അധികാരത്തിലെത്തിയ കേജ്രിവാൾ അഴിമതിയിൽ വീണു. അവസാനം വളർത്തി വലുതാക്കിയ അണ്ണാ ഹസാരെയും തള്ളിപ്പറഞ്ഞു. ജയിലിൽ കിടന്ന് ഭരിക്കാമെന്നുള്ള കേജ്രിവാളിന്റെ മോഹം നടക്കില്ല. മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കില്ല എങ്കിൽ ഗവർണർ റിപ്പോർട്ട് ചെയ്യുമെന്നും രാഷ്ട്രപതി ഭരണം വരികയും ചെയ്യും. മദ്യനയ കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജി കോടതി തള്ളി. ഇഡിക്ക് വേണ്ടി ഹാജരായ ASGയുടെ ആവശ്യം പരിഗണിച്ചായിരുന്നു കോടതി ദില്ലി മുഖ്യമന്ത്രിക്കെതിരെ ഉത്തരവിട്ടത്. 6 ദിവസം അരവിന്ദ് കെജ്രിവാളിനെ ഇഡി കസ്റ്റഡിയിൽ വിട്ടു. കെജ്രിവാളിനെ മാർച്ച് 28-ന് 2 മണിക്ക് വീണ്ടും കോടതിയിൽ ഹാജരാക്കും. കേസിൽ കേജ്രിവാളായിരുന്നു കിങ് പിൻ എന്നും AAP ആണ് ഗുണഭോക്താവ് എന്നും ഇഡി വാദിച്ചു. തെളിവൊന്നുമില്ല എന്നായിരുന്നു കേജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ ന്യായീകരിച്ചാണ് ഇഡി കോടതിയിൽ വാഗ്ദാനങ്ങൾ ഉന്നയിച്ചത്. PMLA പ്രകാരമുള്ള നടപടികൾ പാലിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നും മദ്യനയ രൂപീകരണത്തിനും ലൈസൻസ് അനുവദിക്കുന്നതിനും AAP നേതാക്കൾ കോഴ വാങ്ങിയെന്നും ഇഡി ആരോപിച്ചു. കേജ്രിവാളിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ നടന്നത്. സൗത്ത് ഗ്രൂപ്പിനായി വഴിവിട്ട ഇടപാടുകൾ ഉണ്ടായി. കവിതയ്ക്ക് വേണ്ടി സൗജന്യങ്ങൾ നൽകി. വാട്സ്ആപ്പ് ചാറ്റ് അടക്കം തെളിവുണ്ട്. കേജ്രിവാളായിരുന്നു അഴിമതിയുടെ കിങ് പിൻ. വിജയ് നായർ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു. പഞ്ചാബ് ഗോവ തെരഞ്ഞെടുപ്പുകൾക്ക് അഴിമതിയിലൂടെ ലഭിച്ച പണം AAP ഉപയോഗിച്ചു. ഗോവ തെരഞ്ഞെടുപ്പിന് 45 കോടി രൂപ ഉപയോഗിച്ചു. ഹവാല വഴിയും പണമിടപാട് നടന്നു. AAP ആണ് അഴിമതിയുടെ ഗുണഭോക്താവ്. PMLA നിയമപ്രകാരം AAP ഒരു കമ്പനിയാണ്. AAPക്ക് കിട്ടിയ അഴിമതി പണത്തിന്റെ ഉത്തരവാദിത്വം കേജ്രിവാളിനുണ്ട്. പാർട്ടിയുടെ ഭരണഘടനാ പ്രകാരം ഉന്നത പദവി കേജ്രിവാളിനുണ്ട്. ഇദ്ദേഹത്തിനെതിരെ മതിയായ തെളിവുകളൊന്നും തന്നെ ഇല്ല എന്ന വാദത്തെ എതിർത്ത് ഇഡി മുന്നോട്ട് വന്നു. മതിയായ തെളിവുകളെല്ലാം തന്നെ ഉണ്ടെന്നായിരുന്നു ഇഡിയുടെ വാദം. ദില്ലി മുഖ്യമന്ത്രിയെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു തെളിവും കേസിൽ ഇല്ല എന്ന കേജ്രിവാളിനായി മനു അഭിഷേക് സ്വിംഗ് വാദിച്ചു. നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ ഇഡി തെളിവായി പറയുന്നത് എന്നും പറയുന്നുണ്ട്. എന്നാൽ പണം എങ്ങോട്ടൊക്കെ പോയി എന്നതിന് തെളിവ് കണ്ടെത്താൻ ഇഡിക്ക് സാധിച്ചിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത്. AAPയുടെ 4 മുതിർന്ന നേതാക്കളെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. കേജ്രിവാളിന്റെ അറസ്റ്റിന്റെ അടിയന്തര സാഹചര്യം എന്തായിരുന്നുവെന്ന് ഇഡി പറയുന്നില്ല. അന്വേഷണ ഏജൻസി പറയുന്നത് കേൾക്കുന്ന റബ്ബർ സ്റ്റാമ്പ് അല്ല കോടതി, അതിനാൽ റിമാൻഡ് ചെയ്യുന്നതിൽ വിവേചന അധികാരം കോടതിക്കുണ്ട്. വലിയ വ്യവസായികളാണ് കേസിലെ സാക്ഷികളെന്നും സ്വിംഗ് പറഞ്ഞു. മദ്യനയ കേസിൽ അറസ്റ്റിലായ ദില്ലി മുഖ്യമന്ത്രിക്ക് ജാമ്യം നിഷേധിച്ച കോടതി വിധിക്ക് പിന്നാലെ ആം ആദ്മി പാർട്ടി ഓഫീസ് കേന്ദ്രസേന വളഞ്ഞു. പ്രതിഷേധം കണക്കിലെടുത്ത് 100 കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഈ സ്ഥലത്ത് വിന്യസിച്ചിട്ടുള്ളത്. ദില്ലിയിലുടനീളം പ്രതിഷേധം കടുപ്പിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ നീക്കം. ഇഡിയെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് BJPയുടെ ഉദ്ദേശമെന്ന് AAP കുറ്റപ്പെടുത്തി. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED BJPയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. രാജ്യത്തെ ജനാധിപത്യ ചരിത്രത്തിലെ കറുത്ത ദിനമാണിതെന്നും AAP നേതാക്കൾക്കെതിരെ ഇതുവരെ കുറ്റമൊന്നും തെളിയിക്കാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും മന്ത്രി അതിഷി മർലേന പ്രതികരിച്ചു.